രാജ്യത്താദ്യമായിട്ട് ദേശീയ പൗരത്വ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത് ആസാമിലാണ്. 3.5 കോടിയോളം വരുന്ന ആസാമിലെ ജനതയുടെ 19 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ പൗരത്വത്തിൽ നിന്ന് പുറത്തായി. അതിൽ മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളായിരുന്നില്ല, 2/3 ഹിന്ദുക്കളായിരുന്നു. ഇനി അവരുടെ പൂർവികന്മാർ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും കുടിയേറിയവരാണെന്ന് തെളിയിക്കേണ്ട രേഖകളുണ്ടാകും. മുസ്ലിങ്ങളാണെങ്കിൽ ഒരു കാലത്തും അവർ ഇന്ത്യൻ പൗരന്മാരല്ലാതായിത്തീരും. പിറന്നു വീണ നാട്ടിൽ നിന്ന് ഒരു ദിവസം പുറത്താക്കപ്പെടുക എന്നുള്ളത് എത്ര ഭീകരമാണെന്ന് ആലോചിച്ചു. ഇതുവരെ നാം ജനിച്ചു വീണ നാട്ടിൽ ഒരു നാൾ ഒന്നുമല്ലാതായി തീരുക എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ്. രാജ്യമില്ലാത്തവൻ മരിച്ച മനുഷ്യനെ പോലെയാണ് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നല്ലെങ്കിൽ നാളെ ഇത് നമ്മൾ ഓരോരുത്തരെയും നേരിടേണ്ടുന്ന ഭീകരമായ അവസ്ഥയാണെന്ന് മനസ്സിലാക്കുക. ഈ പൗരത്വ നിയമം നിലവിലുള്ള ഓരോ ഇന്ത്യക്കാരെയും ബാധിക്കുന്ന ദുരന്തമാണെന്ന് തിരിച്ചറിയുക. അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാകട്ടെ, അതിനെതിരായിട്ടുള്ള നിങ്ങളുടെ പ്രതികരണമാവട്ടെ ഈ തെരഞ്ഞെടുപ്പിലെ വോട്ട്. നാടിന് വേണ്ടപ്പെട്ടവർക്കൊപ്പം നമ്മളും.